മീനാക്ഷി, മീനാക്ഷി, നീ എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നില്ല. ഉറക്കം വരുന്നില്ലെന്നോ? നേരെ ഒത്തിരിയായി മീനാക്ഷി, വന്നു കിടന്ന് ഉറങ്ങ. സത്യത്തിൽ ഇന്ന് സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങേണ്ട ദിവസമല്ലേ? ചെമ്പകമംഗലത്ത് ഒരു ശുദ്ധി കലശം നടന്ന ദിവസം. ഞാൻ തന്നെ വലിച്ചുകൊണ്ടുവന്ന് ഈ വീടിനൊരു തലവേദനയാക്കി മാറ്റിയ മൈഥിലി, അവളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടിയില്ലേ? എവിടെ അവളങ്ങനെ പോകുന്നാണോ കാർത്തിയേട്ടൻ കരുതിയിരിക്കുന്നത്? ഇത്രയും നാളായിട്ടും ഒരു പോലീസ് ഓഫീസറായി കാർത്തിയേട്ടൻ അവളെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അവൾ അങ്ങനെയൊന്നും പോവില്ല കാർത്തിയേട്ട. അവൾ ഇനിയും തിരിച്ചു വരും. ഇനി അവള് വരില്ല. വരും. എന്താ നിനക്ക് അങ്ങനെ തോന്നേ? എന്റെ മനസ്സ് പറയുന്നു അവള് തിരിച്ചു വരുമെന്ന്. എന്റെ മീനാക്ഷി, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ അങ്ങനെ സംഭവിക്കുന്ന സൈക്കോളജി. ആ ശല്യം ഒഴിഞ്ഞു പോയ സന്തോഷത്തില് ഇന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാന്നാ ഞാൻ വിചാരിച്ചത്. അപ്പോ നീ ഇങ്ങനെ പറഞ്ഞ... കാർത്തിയേട്ടൻ അങ്ങനെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. കാർത്തിയേട്ടൻ പോയി ഉറങ്ങിക്കോ. നീ ഇങ്ങനെ ഇവിടെ ഉറങ്ങാതെ നിൽക്കുമ്പോ എനിക്ക് ഉറക്കം വരുമോ? നീ വന്ന് കിടക്ക. മനസ്സിൽ നിന്ന് ഇത്തരം ടെൻഷൻസ് ഒക്കെ വിട്ടുകളയും. എന്റെ മനസ്സാകെ കലങ്ങിയിരിക്കുക കാർത്തേട്ട. ചെമ്പകമംഗലത്ത് എന്തൊക്കെയോ ആപത്തുകള് വരാൻ പോകുന്നു എന്നൊരു തോന്നല്. എന്തൊക്കെയാ മീനാക്ഷി നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? ഒരു പക്ഷേ എന്റെ തോന്നലുകൾ മാത്രം ആവാം. ഞാൻ സ്റ്റഡി ചെയ്തെടുത്തോളം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ സ്ത്രീ അവള് നിസ്സാരക്കാരിയല്ല. പക മൂത്ത് നടക്കുന്ന ഒരു മൂർഖം പാമ്പ. അവൾ അങ്ങനൊന്നും പോവില്ല. അവള് കടിച്ചേ അടങ്ങും.